നിഞ്ച കാമുയി എപ്പിസോഡ് 12 തുടങ്ങുമ്പോൾ ജോസഫിനെ രക്ഷപ്പെടുത്തിയതിനു ശേഷം ഡില്ലി യാമാജിയുടെ ആൾക്കാരുമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡില്ലി അവളുടെ സൂട്ട് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് യാമാജിയും അവന്റെ സൂട്ട് ഉപയോഗിക്കും. സൂട്ട് കൂടി ഉപയോഗിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ അവളെ കൊല്ലാൻ പറ്റും. ഇതിനിടയ്ക്ക് മൈക്കിനെ FBI ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഓസയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇന്റർനെറ്റിൽ ലീക്ക് ആവും. ഓസയുടെ കള്ളത്തരങ്ങൾ പങ്കുള്ള ഒരുപാട് ആൾക്കാരുടെ പേരും ഡീറ്റെയിൽസും അതിലുണ്ട്. അതിന്റെ കൂടെ FBI-യിൽ നിന്നുള്ള ആൾക്കാരുടെ പേരുകളും ആ ലിസ്റ്റിലുണ്ട്. പക്ഷെ ആ പേരുകളെല്ലാം ഹൈഡ് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഇനിയും സഹായിച്ചില്ലെങ്കിൽ മുഴുവനും ലീക്കാവുമെന്ന് പറഞ്ഞ് മൈക്ക് അവന്റെ ബോസിനെ ബ്ലാക്ക്മെയിൽ ചെയ്യും. അങ്ങനെ അവരൊരു ഡീലിലെത്തും. അങ്ങനെയെല്ലാം ജോസഫിന്റെ തലയിലാവുന്ന രീതിയിലുള്ള ന്യൂസ് പുറത്തുവിടും. പക്ഷെ ജോസഫ് ഇതിനെല്ലാം കരുതി കൂട്ടിയാണ് ഇരുന്നത്. അവൻ ഓസയുടെ റിയാക്ടേഴ്സ് എല്ലാം ഹാക്ക് ചെയ്ത് അത് നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്തും. റിയാക്ടേഴ്സ് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ 100 കിലോമീറ്റർ റേഡിയസിൽ അതിന്റെ ബ്ലാസ്റ്റ് വ്യാപിക്കും. ഈ ഒരു മെസ്സേജ് കിട്ടിയെങ്കിലും ജോസഫിനെ പിടിക്കാൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ആൾക്കാരെ വിടും. ജോസഫിനെ കണ്ടുപിടിച്ച് കൊന്ന് അവനെ സൈലന്റ് ആക്കാനാണ് ഇവരുടെ പ്ലാൻ. പക്ഷെ ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ യാമാജി അവന്റെ അടുത്ത പ്ലാൻ തുടങ്ങും. യാമാജി അവന്റെ നിഞ്ചാസിനെ ഉപയോഗിച്ച് ഗവൺമെന്റ് ഹെഡ്ക്വാർട്ടേഴ്സ് എല്ലാം അറ്റാക്ക് ചെയ്യും. ജോസഫ് ഒരു പ്ലെയിനിൽ രാജ്യം വിടാനായി പോകുമ്പോൾ മൈക്ക് ഒറ്റയ്ക്ക് അവിടെ എത്തി അവനെ തടയും. എന്തായാലും പിടിക്കപ്പെടും എന്നായപ്പോൾ ജോസഫ് റിയാക്ടേഴ്സിനെ തകർക്കാൻ നോക്കും. പക്ഷെ ജെയ്സൺ അപ്പോഴേക്കും ഓസയുടെ സാറ്റലൈറ്റ്സിനെ ഹാക്ക് ചെയ്ത് ആ പ്രശ്നം സോൾവ് ചെയ്യും. അപ്പോഴും ജോസഫിന് കോൺഫിഡൻസ് ഉണ്ട്. ജയിലിൽ പോയാലും അവന് ആവശ്യമുള്ള ആൾക്കാർ പുറത്തുണ്ട്, അതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ പുറത്തു വരാമെന്ന്. അത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അവൻ പറയും, ആ നിഞ്ചാസിന്റെ കൂടെ നീയും മരിക്കേണ്ടതായിരുന്നു എന്ന്. അപ്പോൾ മൈക്കിന് മനസ്സിലാവും എമ്മ മരിക്കാൻ കാരണം ഇവനാണെന്ന്. അങ്ങനെ ഇവന്റെ ദേഷ്യം തീരുന്നത് വരെ ജോസഫിനെ എടുത്തിട്ടിടിയും. അവസാനം പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അതിനുശേഷമാണ് ഫൈനൽ ഷോ ഡൗൺ. ഹിഗാനും യാമാജിയും തമ്മിലുള്ള ഫൈറ്റ്. അവർ രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്ത് ഹിഗാൻ യാമാജിയെ ഓവർ പവർ ചെയ്യാൻ തുടങ്ങുമ്പോൾ സായും കൂടി അവിടെ വന്ന് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും. ഹിഗാൻ അവന്റെ സീക്രട്ട് ആർട്ട് ഉപയോഗിക്കാൻ നോക്കുമ്പോഴേക്കും യാമാജി അവന്റെ സീക്രട്ട് ആർട്ട് ഉപയോഗിച്ച് അവനെ ഓവർ പവർ ചെയ്യും. അങ്ങനെ കുറച്ചു നേരം ഹിഗാൻ ഒരു ലിംബോ സ്റ്റേറ്റിലായിരിക്കും. ആ ഗ്യാപ്പിൽ യാമാജി അവനെ കൊല്ലാൻ നോക്കുമ്പോൾ സായി അവനെ രക്ഷിക്കും. പക്ഷെ സായിക്ക് അവന്റെ ഒരു കൈ നഷ്ടപ്പെടും. അതിനുശേഷം 3 പേരും അണ്ടർഗ്രൗണ്ടിലുള്ള റിയാക്ടറിനടുത്തെത്തും. അവിടെ വെച്ച് ഹിഗാന് കുറച്ച് ഫ്ലാഷ് ബാക്സ് ഒക്കെ ഓർമ്മ വരും. അതിനുശേഷം അവന്റെ മൈൻഡ് ക്ലിയർ ആവും. വിൽ പവറിനനുസരിച്ചായിരിക്കും സൂട്ടിന്റെ പെർഫോമൻസ് കൂടുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഹിഗാൻ സൂട്ടിന്റെ ഫുൾ പവർ യൂസ് ചെയ്യുമെന്ന് മാത്രമല്ല സായിയുടെ സീക്രട്ട് ആർട്ട് കൂടി കോപ്പി ചെയ്യും. അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള പവർ ഉപയോഗിച്ച് യാമാജിയെ തോൽപ്പിക്കും. ഇതേ സമയത്ത് തന്നെ ഓർഗനൈസേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ നിഞ്ചാസ് വന്ന് യാമാജി അയച്ച നിഞ്ചാസിനെ തീർക്കും. എല്ലാം കഴിഞ്ഞിട്ട് സായി സ്വയം അവന്റെ ജീവൻ എടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ഹിഗാൻ അവനെ തടയും. എന്നിട്ട് കുറച്ച് ഉപദേശിക്കും. അവസാനം ഹിഗാൻ അവന്റെ സൂട്ടും മാസ്കും എല്ലാം ഒരു തോട്ടിൽ കളഞ്ഞിട്ട് എങ്ങോട്ടോ ബൈക്ക് മോട്ടിച്ചു പോകും. അങ്ങനെ നിഞ്ച കാമുയി സീസൺ 1 അവസാനിച്ചു. സീസൺ 2 ഉണ്ടാകുമെന്നൊക്കെയാണ് പറയുന്നത്. കാരണം എപ്പിസോഡ് 1 ഇറങ്ങിയപ്പോൾ തന്നെ ഇത് നല്ല പോപ്പുലറായി. അതുകൊണ്ട് എന്തായാലും ഇനിയും കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ്. നിങ്ങൾക്ക് എന്താണ് സീരീസിനെ പറ്റി ഓവറോൾ തോന്നിയതെന്ന് ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. ഗംഭീരമായിട്ട് തുടങ്ങി എന്നാൽ ആവറേജ് ആയിട്ട് അവസാനിച്ച ഒരു അനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. തുടക്കത്തിലുണ്ടായിരുന്ന ക്വാളിറ്റി ഒന്നും ലാസ്റ്റ് ആയപ്പോൾ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഫൈറ്റിന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. ഫസ്റ്റ് എപ്പിസോഡിലെ ഫൈറ്റൊക്കെ വളരെ നന്നായിരുന്നു. പക്ഷെ തീരാറായപ്പോഴേക്കും റോബോട്ട്സ് ഒക്കെ വന്ന് മൊത്തം അലമ്പായി. തുടക്കത്തിലുണ്ടായിരുന്ന ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും അനിമേറ്റേഴ്സിന് മടിയായതാണെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ലാത്തൊരു അനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക.